വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിലൂടെ വെടിയുതിർത്ത പ്രതി കോൾ തോമസ് അലൻ ഈ ആക്രമണത്തിന് തൊട്ടുമുമ്പ് കുടുംബത്തിന് അയച്ച മാനിഫെസ്റ്റോയിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒന്നാണ് ഈ മാനിഫെസ്റ്റോ. അതിലൂടെ തന്നെ ഒരു കൊലയാളിയായി സ്വയം വിശേഷിപ്പിച്ച അലൻ വൈറ്റ് ഹൗസ് വിരുന്നിലെ സുരക്ഷാ വീഴ്ചകളെ പരിഹസിക്കുകയും ചെയ്യുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ണുവെട്ടിച്ച ഒരു ഇറാനിയൻ ഏജന്റിന് എങ്ങനെ അകത്ത് കടക്കാം എന്നതിനെക്കുറിച്ചുള്ള ഭയപ്പെടുന്ന ചില പരാമർശങ്ങളും ഈ എഴുത്തിലുണ്ട്. ഞാനൊരു അമേരിക്കൻ പൗരന് പകരം ഒരു ഇറാനിയൻ ഏജന്റ് ആയിരുന്നെങ്കിൽ ഒരു മെഷീൻ ഗണ്ണുമായി എനിക്ക് ഇവിടെ വരാമായിരുന്നു. ആരും അത് ശ്രദ്ധിക്കില്ലായിരുന്നു എന്നാണ് അലൻ പറയുന്നത്. ഈ പരിപാടിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ അങ്ങേയറ്റം ദുർബലമാണെന്നും എളുപ്പത്തിൽ അത് ആർക്കും മറികടക്കാവുന്നതാണെന്നും മാനിഫെസ്റ്റോയിലൂടെ അയാൾ അവകാശപ്പെടുന്നു. ഫ്രണ്ട്ലി ഫെഡറൽ അസാസിൻ എന്നാണ് മാനിഫെസ്റ്റോയിൽ ഇയാൾ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് താൻ എത്തിയതെന്ന് അലൻ വ്യക്തമായി പറയുന്നുണ്ട്. FBI ഡയറക്ടർ കാഷ് പട്ടേലിനെ ഒഴിവാക്കി മറ്റെല്ലാ ഉന്നത ഉദ്യോഗസ്ഥരെയും റാങ്ക് അടിസ്ഥാനത്തിൽ വധിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായി ന്യൂയോർക്ക് പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു രാജ്യദ്രോഹിയുടെ കുറ്റകൃത്യങ്ങളിൽ എന്റെ കൈകൾ പങ്കാളിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രസിഡന്റ് ട്രംപിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇയാൾ എഴുതിയിട്ടുമുണ്ട്. കൂടുതൽ മരണം ഒഴിവാക്കാൻ ബക്ക്ഷോട്ട് വെടിയുണ്ടകളാണ് ഉപയോഗിച്ചതെന്നും അലൻ അവകാശപ്പെടുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനായി അവിടെയുള്ള മറ്റാരെയും വധിക്കാൻ താൻ തയ്യാറാണെന്നും ഈ പരിപാടിക്കായി അവിടെ എത്തുന്നവർ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളാണെന്നും ഇയാൾ മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുണ്ട്. വാഷിംഗ്ടൺ ഹിൽട്ടണിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഇയാൾ രൂക്ഷമായി വിമർശിക്കുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തുള്ള പ്രതിഷേധക്കാരിലും പുതിയതായി എത്തുന്ന ആളുകളിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു ദിവസം മുന്നേ ഈ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഇവർ ആരും തന്നെ ചിന്തിച്ചില്ല. തോക്കുകളുമായി ഹോട്ടലിലേക്ക് നടന്നു കയറിയപ്പോൾ ആരും തന്നെ തടഞ്ഞില്ലെന്നും ഇയാൾ പരിഹസിക്കുന്നുണ്ട്. വിരുന്നിനായി നിശ്ചയിച്ചിരുന്ന ബോർഡ് റൂമിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇയാളെ തടയാൻ കഴിഞ്ഞതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. പ്രതിയുടെ മാനിഫെസ്റ്റോ മതവിരുദ്ധമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇയാളുടെ മാനിഫെസ്റ്റോ വായിച്ചാൽ അയാൾ ക്രിസ്ത്യാനികളെ വെറുക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാമെന്നാണ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. അതേസമയം പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളാത്തത് ക്രിസ്തീയ രീതിയല്ലെന്നും അടിച്ചമർത്തുന്നവരുടെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നതിന് തുല്യമാണെന്നും അലൻ ആ മാനിഫെസ്റ്റോയിൽ കുറിച്ചിട്ടുണ്ട്. കണക്ടിക്കറ്റിലെ ന്യൂ ലണ്ടനിലുള്ള തന്റെ സഹോദരനാണ് മാനിഫെസ്റ്റോ കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുന്നത്. ആക്രമണത്തിന് തൊട്ടു മുമ്പ് തന്നെ ഈ വിവരം സുരക്ഷാ ഏജൻസികൾക്ക് കൈമാറിയിരുന്നു. മാതാപിതാക്കളുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തോക്കുകൾ ഉപയോഗിച്ചാണ് അലൻ ഈ ആക്രമണത്തിന് എത്തിയത്. അയാൾ സ്ഥിരമായി രാഷ്ട്രീയ അതിപ്രസരമുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതായി ഒരു സഹോദരിയും ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്.